ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ബൈ, ടിൽ, അണ്ടിൽ, അപ് ടു ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡെയിലി യൂസ് വാചകങ്ങളാണ് നോക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാവുന്നവയാണ് ഇവയൊക്കെ. ഫസ്റ്റ് അണ്ടിലാണ് നമ്മൾ നോക്കുന്നത്. ഒരു നിശ്ചിത സമയം വരെ അല്ലെങ്കിൽ ഒരു പ്രത്യേക പോയിൻ്റ്, അതാണ് ഇത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ദൂരം, സമയം, കാലപരിധി, അകലം, അതുപോലെ നമ്പറുകൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെയാണ് അണ്ടിൽ നാം യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ എങ്ങനെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും? അപ്പോൾ നമുക്ക് ആ ഡൗട്ടൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് സെൻറ്റൻസ്, ഞാൻ 7 മണി വരെ ജോലി ചെയ്തു. 7 മണി വരെ ജോലി ചെയ്തു. അപ്പോൾ ജോലി ചെയ്തു എന്ന് പറയുമ്പോൾ ഐ വർക്ക്ഡ് അണ്ടിൽ 7 PM. ഐ വർക്ക്ഡ് അണ്ടിൽ 7 PM. നെക്സ്റ്റ്, ഞാൻ 10 മണി വരെ പഠിക്കാറുണ്ട്. ഞാൻ 10 മണി വരെ പഠിക്കാറുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ എന്ത് സെൻറ്റൻസ് ആണ്? സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്, യൂഷ്വൽ തിങ്സ്. ഐ സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഞാൻ പഠിക്കാറുണ്ട്. ഐ സ്റ്റഡി അണ്ടിൽ 10 PM. ഐ സ്റ്റഡി അണ്ടിൽ 10 PM. നെക്സ്റ്റ് സെൻറ്റൻസ്, എനിക്ക് 6 മണി വരെ എൻ്റെ കക്ഷികളെ ഡീൽ ചെയ്യണം. I have to deal my clients until 6 AM. I have to deal my clients until 6 AM. അപ്പോൾ ഇവിടെയൊക്കെ എന്താണ് കാണിക്കുന്നത്? ഒരു നിശ്ചിത സമയം വരെ, ഒരു ഡെഡ് ലൈനാണ് അവിടെ ഉദ്ദേശിക്കുന്നത്, ഡെഡ് ലൈൻ അതുവരെ. എന്നാൽ നമുക്കിവിടെ അണ്ടിൽ യൂസ് ചെയ്യുന്ന അതേ സ്ഥാനത്ത് അണ്ടിലിന് പകരം ടിൽ യൂസ് ചെയ്യാം, അപ് ടു യൂസ് ചെയ്യാം. എല്ലാം സെയിം മീനിങ് തന്നെയാണ്. അപ്പോൾ ചില സ്ഥലങ്ങളിൽ പറയാനുള്ളൊരു ഫ്ലോ കിട്ടുന്നതിന് വേണ്ടി നമുക്ക് അപ് ടുവും ടില്ലും ഒക്കെ മാറ്റി യൂസ് ചെയ്യാവുന്നതാണ്. അതായത് ഐ വർക്ക്ഡ് ടിൽ 7 PM എന്ന് പറയാം. ഐ വർക്ക്ഡ് അപ് ടു 7 PM എന്ന് പറയാം. ഐ സ്റ്റഡി ടിൽ 10 PM എന്ന് പറയാം. ഐ സ്റ്റഡി അപ് ടു 10 PM എന്ന് പറയാം. അപ്പോൾ ഈ രീതിയിലൊക്കെ അത് മാറ്റി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ബൈയുടെ കാര്യം നോക്കാം. ബൈ എന്നത് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ എന്ന് കാണിക്കാനായിട്ടാണ് ബൈ യൂസ് ചെയ്യുന്നത്. അതായത് നാം രാവിലെ ഒരു പണി തുടങ്ങി, വൈകിട്ട് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ അത് അവസാനിപ്പിക്കണം എന്ന് പറയുമ്പോൾ, മീൻസ് അവിടെ 5 മണിക്കുള്ളിൽ എന്ന് പറയുമ്പോൾ ആ രാവിലെ മുതൽ 5 മണി വരെയുള്ള ഏതു സമയവും ആവാം, അതിനുള്ളിൽ അത് തീർക്കണം, അത്രയേ ഉള്ളൂ. എന്നാൽ ടില്ല്, അപ് ടു, അണ്ടിൽ ഇവയുടെ കാര്യത്തിൽ എങ്ങനെയാണ്? ആ ഒരു നിശ്ചിത സമയം വരെ നമ്മളത് ചെയ്യുകയാണ്. അതായത് ആ ഒരു സമയപരിധി, ആ സമയം വരെ നമ്മളത് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഡിഫറൻസ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി എക്സാമ്പിൾ സെൻറ്റൻസുകൾ നോക്കാം. 2 മണിക്കുള്ളിൽ എനിക്ക് ഈ ജോലി തീർക്കണം. എനിക്ക് തീർക്കണം എന്ന് പറയുമ്പോൾ ഐ ഹാവ് ടു ഫിനിഷ് ദ വർക്ക് ബൈ 2 PM. ഐ ഹാവ് ടു ഫിനിഷ് ദ വർക്ക് ബൈ 2 PM. 2 മണിക്കുള്ളിൽ. 10 മണിക്കുള്ളിൽ എനിക്ക് അവിടെ എത്തണം. എനിക്ക് എത്തണം എന്ന് പറയാൻ ഐ ഹാവ് ടു ഗെറ്റ്. എനിക്ക് അവിടെ എത്തണം എന്ന് പറയാൻ I have to get there. I have to get there by 10 AM. I have to get there by 10 AM. അപ്പോൾ 10 മണിക്കുള്ളിൽ എപ്പോൾ വേണമെങ്കിലും എത്താം, അതൊരു ഡെഡ് ലൈനാണ്. 7 മണിക്കുള്ളിൽ കട അടച്ചിരിക്കും. The shop will be closed by 7 PM. The shop will be closed by 7 PM. നെക്സ്റ്റ് ഒരു സെൻറ്റൻസ്, ദയവ് ചെയ്ത് നിങ്ങളുടെ പേര് വിളിക്കുന്നത് വരെ കാത്തിരിക്കൂ. സാധാരണ ഉള്ള ഒരു സെൻറ്റൻസ് ആണ് അല്ലേ, സാധാരണ കോമൺ സിറ്റുവേഷനിലുള്ളൊരു സെൻറ്റൻസ് ആണ്. പ്ലീസ് വെയിറ്റ് അണ്ടിൽ കോൾ യുവർ നെയിം. നിങ്ങളുടെ പേര് വിളിക്കുന്നത് വരെ കാത്തിരിക്കൂ. അപ്പോൾ ഇനി വരിയിൽ കാത്തു നിൽക്കൂ എന്ന് പറയാനാണെങ്കിൽ എങ്ങനെ പറയും? വരിയിൽ കാത്തു നിൽക്കൂ. പ്ലീസ് വെയിറ്റ് ഇൻ ക്യൂ എന്ന് പറയണം. പ്ലീസ് വെയിറ്റ് ഇൻ ക്യൂ അണ്ടിൽ കോൾ യുവർ നെയിം. ഉറക്കം വരുന്നത് വരെ ഞാൻ സംഗീതം കേൾക്കാറുണ്ട്. ഐ ലിസൺ ടു മ്യൂസിക് അണ്ടിൽ ഐ ഫീൽ സ്ലീപ്പി. ഉറക്കം വരുന്നെന്ന് തോന്നുന്നത് വരെ ഞാൻ സംഗീതം കേൾക്കാറുണ്ട്. ദെൻ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അണ്ടിൽ, ടിൽ ഇവയൊക്കെ 2 സെൻറ്റൻസുകളെ തമ്മിൽ ജോയിൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നവയാണ്. ഇത് കൺജങ്ഷൻ എന്ന പേരാണ് ഉള്ളത്. കൺജങ്ഷൻസ് ആണ് ഇവയൊക്കെ, അണ്ടിൽ, ടിൽ എന്നിവ. ഫോർ എക്സാമ്പിൾ സെൻറ്റൻസ് പറയുകയാണെങ്കിൽ, ഞാൻ വരുന്നതുവരെ നീ ഇവിടെ ഇരിക്കുക. യു സിറ്റ് ഹിയർ അണ്ടിൽ ഐ കം.
യു സിറ്റ് ഹിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പ്രസൻറ്റ് സിമ്പിളിലുള്ള ഒരു സെൻറ്റൻസ് ആണ്. നീ ഇവിടെ ഇരിക്കുക. ഒരു കംപ്ലീറ്റ് സെൻറ്റൻസ് ആണിത്. ഐ കം എന്നതും അതേപോലെ പ്രസൻറ്റ് സിമ്പിളിലുള്ള ഒരു കംപ്ലീറ്റ് സെൻറ്റൻസ് ആണ്. അപ്പോൾ ഇതിനെ രണ്ടിനെയും തമ്മിൽ ജോയിൻ ചെയ്യുന്നതാണ് അണ്ടിൽ. ഇതിനെ ഉപയോഗിച്ചിട്ടാണ് നാം ജോയിൻ ചെയ്യുന്നത്. ചെറിയ കുട്ടികളോടൊക്കെയാണ് നമ്മളിതുപോലെ ഇവിടെ ഇരിക്ക് എന്നൊക്കെ പറയാം അല്ലേ. ഇതിനെ വേറെ രീതിയിൽ നമുക്ക് പറയാം. യു സ്റ്റേ ഹിയർ അണ്ടിൽ ഐ കം. യു സ്റ്റേ ഹിയർ അണ്ടിൽ ഐ കം. സ്റ്റേ എന്ന് വെച്ചാൽ മീനിങ് തങ്ങുക, താമസിക്കുക എന്നൊക്കെയാണ്. ഞാൻ വരുന്നതുവരെ ഇവിടെ തന്നെ ഉണ്ടാവണം എന്നുള്ള ഒരു മീനിങ് കൂടിയാണ്. എവിടേക്കും പോയി കളയരുത് എന്നർത്ഥത്തിൽ. എന്നാലും കുട്ടികളതനുസരിക്കാൻ സാധ്യതയൊന്നുമില്ല അല്ലേ. നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കാം. ഞാൻ സംസാരിച്ചു കഴിയുന്നതുവരെ നീ മിണ്ടാതിരിക്കുക. ഞാൻ സംസാരിച്ചു കഴിയുന്നതുവരെ നീ മിണ്ടാതിരിക്കുക. യു കീപ് സൈലൻ്റ്ലി അണ്ടിൽ ഐ സ്പീക്ക് ഓവർ. യു കീപ് സൈലൻ്റ്ലി അണ്ടിൽ ഐ സ്പീക്ക് ഓവർ. ഓവറിൻ്റെ മീനിങ് മുകളിൽ കൂടി അല്ലെങ്കിൽ മീതെ, തീരുക എന്നൊക്കെയാണ്. നിശബ്ദമായിരിക്കുക, സൈലൻ്റ്ലി നിശബ്ദമായിരിക്കുക. അല്ലാതെ ശാന്തമായിരിക്കുക എന്ന് പറയാൻ കീപ് ക്വയറ്റ് എന്ന് പറയാം. കീപ് ക്വയറ്റ്. 100 വരെ എണ്ണു എന്ന് പറയാൻ എങ്ങനെ പറയും? കൗണ്ട് ടിൽ 100. കൗണ്ട് ടിൽ 100. അപ്പോൾ ഒരക്ഷരം, ഒരു നമ്പറിനെ മാത്രം ബന്ധപ്പെടുത്തിയിട്ടാണ് പറയുന്നതെങ്കിൽ നമ്മൾ അവിടെ ടിൽ അല്ലെങ്കിൽ അണ്ടിൽ നമുക്ക് യൂസ് ചെയ്യാം. എന്നാൽ 2 നമ്പറുകളെ ബന്ധപ്പെടുത്തി പറയുന്ന സമയത്ത് നമുക്കവിടെ ടില്ലോ അപ് ടുവോ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ നമ്മൾ ഫ്രമും ടുവും വെച്ചിട്ടാണ് പറയുക. 10 മുതൽ 100 വരെ എണ്ണു എന്നൊക്കെ പറയുമ്പോൾ കൗണ്ട് ഫ്രം 10 to 100 അങ്ങനെയാണ് നമ്മൾ സാധാരണ പറയുക. അവിടെ ടില്ല്, അണ്ടില്, അപ് ടു ഇതൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഒരു സെൻറ്റൻസ്. വെള്ളം അവൻ്റെ കഴുത്ത് വരെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രളയത്തിലൊക്കെ നമ്മൾ കണ്ടതാണല്ലോ, വെള്ളമൊക്കെ ഇങ്ങനെ കഴുത്ത് വരെ എത്തിയിട്ട് ആൾക്കാരിങ്ങനെ വെള്ളത്തിൽ കൂടി പോകുന്നത്. പാസ്റ്റ് പെർഫെക്റ്റ് ഫോമിലാണ് ഇത് പറയേണ്ടത്. എത്തിയിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പാസ്റ്റിലുള്ളൊരു സെൻറ്റൻസ് ആണ്. പാസ്റ്റിൽ കുറേ കാലമായി കഴിഞ്ഞു പോയിട്ടുള്ള ഒരു സെൻറ്റൻസ് ആണ്. ദ വാട്ടർ ഹാഡ് റീച്ച്ഡ് അപ് ടു ഹിസ് നെക്ക്. ദി വാട്ടർ ഹാഡ് റീച്ച്ഡ്. ഹാഡ് റീച്ച്ഡ് എന്ന് പറയുമ്പോൾ ഏത് സ്ട്രക്ചറാണ് അവിടെ? പാസ്റ്റ് പെർഫെക്റ്റ് ഫോമിലുള്ള സ്ട്രക്ചറാണ്. അതായത് ഹാഡ് പ്ലസ് വേർബിൻ്റെ തേർഡ് ഫോം ആണ്. വാട്ടർ ഹാഡ് റീച്ച്ഡ് അപ് ടു ഹിസ് നെക്ക്. എത്തിയിട്ടുണ്ടായിരുന്നു. ഇനി നെക്സ്റ്റ് സെൻറ്റൻസ്. ഞാൻ അവിടെ എത്തുന്നതുവരെ നിങ്ങൾക്ക് കാത്തിരിക്കാമോ? ഒരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ അവിടെ എത്തുന്നതുവരെ നിങ്ങൾക്ക് കാത്തിരിക്കാമോ? ക്യാൻ യു വെയിറ്റ് അണ്ടിൽ ഐ ഗെറ്റ് ദെയർ. ക്യാൻ യു വെയിറ്റ് അണ്ടിൽ ഐ ഗെറ്റ് ദെയർ. ഐ ഗെറ്റ് ദെയർ എന്ന് വെച്ചാൽ ഞാൻ അവിടെ എത്തുന്നത് വരെ എന്നാണ് അണ്ടിൽ ഐ ഗെറ്റ് ദെയറിൻ്റെ അർത്ഥം. ഞാൻ എത്തുന്നത് വരെ. ക്യാൻ യു വെയിറ്റ്, കാത്തിരിക്കാമോ, നിങ്ങൾക്ക് കാത്തിരിക്കാമോ? ദ നെക്സ്റ്റ് സെൻറ്റൻസ്. വെള്ളിയാഴ്ച വരെ നിങ്ങൾക്ക് ആലോചിക്കാൻ സമയമുണ്ട്. ആലോചിക്കാൻ നമുക്കൊരു സമയം കൊടുത്തിരിക്കുകയാണ്. എന്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആലോചിക്കാൻ, അതിനെപ്പറ്റി ആലോചിക്കാൻ നിങ്ങൾക്ക് വെള്ളിയാഴ്ച വരെ സമയമുണ്ട്. അപ്പോൾ വെള്ളിയാഴ്ച എന്ന് പറയുന്ന ഒരു ഡെഡ് ലൈൻ അവിടെ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതെങ്ങനെ പറയാം? യു ഹാവ് ടൈം ടു തിങ്ക് അൺടിൽ ഫ്രൈഡേ. യു ഹാവ് ടൈം, നിങ്ങൾക്ക് സമയമുണ്ട്. ഏതുവരെയാണ്? അൺടിൽ ഫ്രൈഡേ. എന്ത് ചെയ്യാൻ? ടു തിങ്ക്, ആലോചിക്കാൻ. യു ഹാവ് ടൈം ടു തിങ്ക് അൺടിൽ ഫ്രൈഡേ. നെക്സ്റ്റ് സെൻറ്റൻസ്. ഞാനിവിടെ എത്തുന്നത് വരെ അവർ പോയില്ല. ഞാനിവിടെ എത്തുന്നത് വരെ അവർ പോയില്ല എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ ആ ഒരു കാര്യം കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞൊരു കാര്യത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ പാസ്റ്റിൽ വേണം നമ്മൾ പറയാൻ. They didn't go until I got here. They didn't go until I got here. They didn't go എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പോയില്ല. അവർ പോയി എന്ന് പറയാൻ they went. went പാസ്റ്റ് ഫോമാണ്. ഗോ പോവുക, വെൻറ്റ് പോയി. അപ്പോൾ വെൻറ്റിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയ ഡിഡ് പ്ലസ് ഗോ ആണ് വെൻറ്റ് എന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുമ്പോൾ they didn't go, അവർ പോയില്ല. ദെൻ നെക്സ്റ്റ് ഒരു സെൻറ്റൻസ് കൂടി. അമ്മ ഭക്ഷണം പാകം ചെയ്ത് കഴിയുന്നതുവരെ കുട്ടി ശാന്തനായിരുന്നു. ഭക്ഷണം പാകം ചെയ്ത് കഴിയുന്നതുവരെ. ദ ചൈൽഡ് സാറ്റ് കാംലി അപ് ടു ദ മദർ കുക്ക്ഡ്. ചൈൽഡ് സാറ്റ് കാംലി, ശാന്തനായിരുന്നു. പാസ്റ്റിലാണ് പറയേണ്ടത് അല്ലേ. ചെയ്തു കഴിഞ്ഞൊരു പ്രവൃത്തിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ സിറ്റ് ഇരിക്കുക, സാറ്റ് പാസ്റ്റ് ഫോം ഇരുന്നു. ദ ചൈൽഡ് സാറ്റ് കാംലി, ശാന്തനായിരുന്നു. അപ് ടു ദ മദർ കുക്ക്ഡ്. അപ് ടുവിന് പകരം ടിൽ ഉപയോഗിക്കാം, അണ്ടിലും യൂസ് ചെയ്യാം. ചൈൽഡ് സാറ്റ് കാംലി അപ് ടു ദ മദർ കുക്ക്ഡ്. അതുപോലെ തന്നെ അപ് ടു എന്നത് നമ്മൾ ഡെയിലി യൂസിൽ മറ്റൊരർത്ഥത്തിൽ യൂസ് ചെയ്യാറുണ്ട്. അത് നിൻ്റെ ഇഷ്ടത്തിന് വിട്ടിരിക്കണു, അത് നിൻ്റെ ചോയ്സാണ് എന്നർത്ഥത്തിൽ. ആ ചോയ്സിനെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അപ് ടു യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ പോകുന്നതോ പോകാതിരിക്കുന്നതോ നിൻ്റെ ഇഷ്ടത്തിന് വിട്ടിരിക്കണു. ഇറ്റ്സ് ഓൾ അപ് ടു യു വെദർ ഗോ ഓർ നോട്ട്. ഇറ്റ്സ് ഓൾ അപ് ടു യു
വെദർ ഗോ ഓർ നോട്ട്. അതുപോലെ ഇതെല്ലാം അവൻ്റെ ഇഷ്ടത്തിന് വിട്ടിരിക്കുന്നു. അവൻ എന്ത് തീരുമാനിക്കണോ അത്. ഇറ്റ്സ് ഓൾ അപ് ടു ഹിം. ഇറ്റ്സ് ഓൾ അപ് ടു ഹിം. അതുപോലെ തന്നെ ബൈ എന്നതിനും പ്രപ്പസിഷൻ ബേസിൽ കുറേ ഉപയോഗങ്ങളുണ്ട്. ഒരു ഏജൻ്റായി, ഒരു സഞ്ചാരമാർഗത്തെ കാണിക്കാൻ. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ വിശദമായിട്ടുള്ള ലെസൺ പിന്നീട് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ലൈക്ക് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് സെഷനിൽ മീറ്റ് ചെയ്യാം. അതുവരേക്കും ബൈ.